ഇപ്പം നമ്മുടെ കേരളത്തിന് നേരത്തെ വല്ലാത്തൊരു ദുഷ്പേരുണ്ടായിരുന്നു. അതായത് കേരളം നല്ല പ്രകൃതി സൗന്ദര്യം നിറഞ്ഞ സ്ഥലമൊക്കെ തന്നെ, പക്ഷെ ഇത് വ്യവസായത്തിന് വരുന്ന സ്ഥലമല്ല. വ്യവസായം ഇവിടെ അങ്ങനെ പച്ച പിടിക്കില്ല. അതുകൊണ്ട് തന്നെ പറയപ്പെടുന്ന തരത്തിലുള്ള വലിയ വ്യവസായങ്ങൾ ആദ്യമുണ്ടായ ജനത ഒഴിച്ചാൽ പിന്നീട് അങ്ങനെ അധികം വന്നിട്ടില്ല. ഇതായിരുന്നു ഒരു പൊതുനില. 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഇതേ നില തന്നെയാണ്. പക്ഷേ നാടിന് മാറ്റമാണല്ലോ വേണ്ടത്. മാറ്റമുണ്ടാകണമെങ്കിൽ നിലവിലുള്ളതിൽ മാറ്റം വരണമല്ലോ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വ്യവസായം വരുന്നില്ല, പൊതുവെ ഇങ്ങനെയായിപ്പോയി. അങ്ങനെ തന്നെ നിന്നോട്ടെ എന്ന് വെക്കലല്ലോ ഒരു ഗവൺമെൻറ് ചെയ്യേണ്ടത്. ഗവൺമെൻറ് ആ നില എങ്ങനെ മാറ്റാം? ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിനോ അല്ലെങ്കിൽ മറ്റു ചില സംസ്ഥാനങ്ങൾക്കോ നിക്ഷേപങ്ങൾ കൂടുതലായി ആകർഷിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, നിക്ഷേപ സൗഹൃദ സംസ്ഥാനങ്ങളായി മാറുന്നുണ്ടെങ്കിൽ, അവിടെ പുതിയ വ്യവസായങ്ങൾ വരുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലായിക്കൂടാ? ആ നിലയിലേക്ക് നമ്മുടെ നാടിന് എന്തുകൊണ്ട് മാറിക്കൂടാ? ഈ ചിന്തയല്ലേ സാധാരണഗതിയിൽ സർക്കാരിന് വേണ്ടത്. അതാണ് LDFനുണ്ടായ ചിന്ത. അതിൻ്റെ ഭാഗമായി എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കാനുള്ള ശ്രമം ആദ്യം നടത്തി. വ്യവസായ രംഗവുമായി ബന്ധപ്പെട്ട വിവിധ തുറകളിൽപ്പെട്ടവരെയെല്ലാം വിളിച്ചു ചേർത്തു. അവരുടെ അഭിപ്രായങ്ങൾ കേട്ടു, ഉദ്യോഗസ്ഥരുടെ അഭിപ്രായം കേട്ടു, അതുമായി ബന്ധപ്പെട്ട മാനേജ്മെൻറ്റ് വിദഗ്ധരുടെ അഭിപ്രായം കേട്ടു, അതുമായി ബന്ധപ്പെട്ട ഓഡിറ്റർമാരുണ്ട്, അവരുടെ അഭിപ്രായം കേട്ടു. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ചില നടപടികളിലേക്ക് കടന്നു. ആ നടപടികളിൽ നിയമം ഭേദഗതി ചെയ്യേണ്ടതുണ്ടായിരുന്നു, ചട്ടങ്ങൾ ഭേദഗതി ചെയ്യേണ്ടതുണ്ടായിരുന്നു. അവയെല്ലാം ചെയ്തു. അതോടൊപ്പം നമ്മുടെ ഒരു മാനസിക ഘടനയിൽ മാറ്റം വേണമായിരുന്നു, പൊതുഘടനയിൽ തന്നെ. അതിനുള്ള ശ്രമവും നടത്തി. എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോയി. എവിടെയെത്തി? നാം ഈ പ്രവർത്തനങ്ങൾ തുടർച്ചയായി നടത്തിയപ്പോൾ 2016 മുതൽ 2021 വരെയല്ല, 2021 LDFന് തുടർഭരണം സമ്മാനിച്ചപ്പോൾ അതിൻ്റെ ഭാഗമായി അന്ന് വരെ നടത്തിയ 21 വരെ നടത്തിയ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ തുടരാൻ കഴിഞ്ഞപ്പോൾ അധികം താമസം വന്നില്ല. നമ്മുടെ കേരളത്തിന് ഈ രാജ്യത്തെ ഏറ്റവും വലിയ നിക്ഷേപ സൗഹൃദ സംസ്ഥാനം എന്ന നമ്പർ 1 സ്ഥാനം ലഭിക്കുന്നതിനിടയായി. ഇത് നമ്മുടെ അനുഭവമല്ലേ? ഇതാർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയുന്ന കാര്യമാണോ? ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ പറഞ്ഞ കാര്യങ്ങൾ LDF അല്ലായിരുന്നുവെങ്കിൽ നടക്കുമായിരുന്നോ? UDF ആണ് 2016 അധികാരത്തിൽ വന്നെങ്കിൽ നടക്കുമോ ഇതൊക്കെ? 2021 UDF അധികാരത്തിൽ വന്നിരുന്നുവെങ്കിൽ ഈ നിലയുണ്ടാകുമോ? അവരവരുടേതായ രീതിയല്ലേ കാണിക്കുക.